ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗാച്ചിയാക്കൂട്ട എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയം നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തന്റെ കയ്യിലെ ന്യൂറോടോക്സിൻ എന്ന പോയിസൺ ഉപയോഗിച്ച് തന്റെ തന്നെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന ജാബിറിനെയാണ്. അത് കണ്ട് റൂഡോക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവൻ എങ്ങനെ ഇനിയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്? ഞാൻ ശരിയായ രീതിയിൽ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രീസും ഫ്ലോയും അതിൽ പെട്ടുപോകും എന്ന് പറഞ്ഞു റൂഡോ അവിടെ നിന്നും മാറി നിൽക്കുന്ന സമയത്താണ് ജാബിർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. റൂഡോ തന്റെ പവർ ഉപയോഗിച്ച് അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടത് സാധിക്കുന്നില്ല. ഇത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് ജാബിറിന് അവനെ ഒറ്റയേർ അങ്ങ് എറിയുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും അവനൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ഒരു ഭ്രാന്തനെ പോലെ അവിടെ ഇരുന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ് ജാബിർ. അവൻ അവന്റെ പോയിസൺ ഉപയോഗിച്ച് സ്വയം ഭ്രാന്തനായി മാറിയിരിക്കുന്നു. ഗ്രീസിന്റെ താലി സമ്മണ്ണ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ മാത്രമേ അത് തടയാൻ സാധിക്കൂ. അവന്റെ ബാറ്റിൽ ഫീൽഡിലെ എക്സ്പീരിയൻസ് കാരണമാണ് ഇതിനെ മറികടക്കാൻ അവൻ പെട്ടെന്നൊരു വഴി കണ്ടുപിടിച്ചത്. ഇവനെ പോലെയുള്ളവരെ എന്തോ ഒന്ന് വിളിക്കില്ലേ? അതെ, മാസോക്കിസ്റ്റ്. ഹേയ് ക്രിമിനൽ, നിന്റെ പ്രശ്നം എന്താ? നീ എന്താ ഞങ്ങളെ തിരിച്ചു തല്ലാത്ത? നീ ഒരു മാസോക്കിസ്റ്റ് ആണോ അതോ മറ്റെന്തെങ്കിലുമോ? എന്ന് പറഞ്ഞ കുട്ടികളെല്ലാം പണ്ട് അവനെ കളിയാക്കിയത് അവൻ ആലോചിക്കുന്നു. റെട്ടോ, ഈ മാസോക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വിചാരിച്ചത് ശരിയാണെങ്കിൽ ഇവനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് റൂഡോ ചിന്തിക്കുന്ന സമയത്താണ് വീണ്ടും ജാബിർ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിൽ നിന്നെല്ലാം റൂഡോ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ജാബിർ പഴയതിനേക്കാൾ പവർഫുൾ ആയി മാറിയിരിക്കുന്നു. അവന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ റൂഡോയെ കൊണ്ട് സാധിക്കുന്നില്ല. അവനെ ഇപ്പൊ കൊല്ലൂടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് പറന്നു വന്ന ഒരു വൈറ്റൽ ഇൻസ്ട്രുമെന്റിന്റെ അടികൊണ്ട് അവൻ താഴെ വീഴുന്നത്. ഓ മാൻ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഹേയ് ഡ്രെഡ്ലോക്സ്, ഇതുപോലെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരുത്തനുമായി കളി തുടങ്ങാൻ കുറച്ച് ധൈര്യം ആവശ്യമാണ്. ആദ്യം എന്നെ അടിക്ക, എന്നിട്ട് അവന്റെ അടുത്തോട്ട് പോ. റൂഡോ, ഈ കളി ഇനി നമ്മൾ ഒരുമിച്ച് കളിക്കും. ഇവനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ എന്ന് സാങ്ക വിളിച്ചു പറയുന്നു. ഹേയ്, നിങ്ങൾ എങ്ങനെ അവന്റെ പോയിസണിൽ നിന്ന് രക്ഷപ്പെട്ടെ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മിസ്റ്റർ നാച്ചുറൽ. എന്നെ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് വിട്ടേക്ക്. നിന്റെ ഇൻസ്ട്രുമെന്റ് ഇപ്പൊ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഇത് വളരെ വലുതും കാണുമ്പോ തന്നെ പേടിയാകുന്നു. പക്ഷേ സംഭവം കൊള്ളാം. പക്ഷേ ഇവനൊരു ഭ്രാന്തനെ പോലെ അറ്റാക്ക് ചെയ്യാൻ വന്നാ ഇത് ശരിയായി വർക്ക് ചെയ്യില്ല. ഓ, ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ മാത്രമേ അത് ട്രിഗറായി തിരിച്ച് അറ്റാക്ക് ചെയ്യൂ അല്ലേ? അതെ, അതെങ്ങനെ നിങ്ങൾക്കറിയാം? കുറച്ചു നേരം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. എന്തൊക്കെ സംഭവിച്ചാലും ഞാനല്ലേ നിന്റെ ടീച്ചർ. നിന്റെ വെപ്പൺ ഉപയോഗിച്ച് നിനക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ ഭ്രാന്തനും അത് തന്നെയാണ് അഡ്വാൻറ്റേജ് ആയി എടുത്തത്. എന്നെ കൊണ്ടും ഇപ്പൊ അനങ്ങാൻ സാധിക്കുന്നില്ല. സോ റൂഡോ, ഞാനിപ്പോ നിന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാ എന്ന് സാങ്ക അവനോട് പറയുന്നു. ഇത് കേട്ട് റൂഡോക്കൊന്നും മനസ്സിലാകുന്നില്ല. പേടിക്കണ്ട, ഇതൊരു ടെസ്റ്റിംഗ് ആണ്. ഒരു പ്രാവശ്യം നിന്നെ അറ്റാക്ക് ചെയ്യാൻ എന്നെ ഒന്ന് സമ്മതിക്കുക. ഹേയ്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കൊണ്ട് ഇപ്പൊ ശരിയായി അനങ്ങാൻ സാധിക്കില്ല. ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ നിന്റെ വൈറ്റൽ ഇൻസ്ട്രുമെന്റ് ട്രിഗറായി നീ വിചാരിക്കുന്ന സ്ഥലത്തോട്ട് എന്നെ എത്തിക്കാൻ സാധിക്കും. എന്റെ വൈറ്റൽ ഇൻസ്ട്രുമെന്റിന് നിന്റെ കൈയിനേക്കാൾ സ്ട്രെങ്ത് ഉണ്ട്. അവന്റെ നഖം ഉപയോഗിച്ച് അവൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് അവനെ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഓ, ഒരു പക്ഷെ നീ അത് ശരിയായി ചെയ്തില്ലെങ്കിൽ ഞാനല്ലേ അടിമേടിക്കണ്ടേ? ശരിയാണ്, അപ്പോ നീ അത് കൊള്ളേണ്ടി വരും എന്ന് സാങ്ക അവനോട് പറയുന്നു. അപ്പോഴാണ് അടികൊണ്ട് ജാബിർ അവിടെ നിന്നും എഴുന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ ജാബിർ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഹേ, അവന്റെ ആ നഖം നിന്നെ തൊടാണ്ട് നോക്കിയാ മതി. ബൈ ചാൻസ് ഒരു ചെറിയ സ്ക്രാച്ച് വീണാ മതി. ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ നീ താഴെ വീഴും. അത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് സാങ്ക അവനോട് പറയുന്നു. ശരി, നമുക്കൊരു കൈ നോക്കാം എന്ന് റൂഡോയും പറയുന്നു. സോ തന്റെ വൈറ്റൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് റൂഡോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് സാങ്ക. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ താലി സമൺ സാങ്കയെ ജാബിറിനടുത്തോട്ട് അയക്കുന്നു. ആ വൈറ്റൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ജാബിറിനെ ഒറ്റ അടി അടിക്കുകയാണ് സാങ്ക. വാവ്, വിചാരിച്ചതുപോലെ ഇത് വർക്കായി. ശരിക്കും നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ലേ? ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന്. അതിപ്പോ വർക്കായില്ലേ? നീ കണ്ടില്ലേ, ഇപ്പൊ നമ്മളൊരു ടീമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ ആരാണെന്ന് അവനെ കാണിച്ചു കൊടുക്കണം. ഈ ടൈം നന്നായി എൻജോയ് ചെയ്യണം എന്ന് സാങ്ക പറയുന്നു. അപ്പോഴാണ് ജാബിർ വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. അത് കണ്ട് സാങ്ക റൂഡോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ താലിസമന്റെ പവർ ഉപയോഗിച്ച് സാങ്ക ജാബിറിനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ഇനിയും അവന്റെ അടുത്തോട്ട് പോകണം, പക്ഷെ കുറച്ച് സ്ലോ ആയിട്ട് അയക്കാമായിരുന്നു. അത് നീ മുൻപേ തന്നെ പറയണമായിരുന്നു എന്ന് പറഞ്ഞ് റൂഡോ വീണ്ടും അവന്റെ അടുത്തോട്ട് പോകുന്നു. ഇത് കണ്ട് സാങ്ക വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സോ
സോ താഴെ വീണ ജാബിറിനെ വീണ്ടും അവനെ ഒറ്റയാടി അങ്ങ് അടിക്കുന്നു. അവനൊന്ന് താഴെ വീഴാൻ പോലും സമയം കൊടുക്കാതെ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ് സാങ്ക. അതിനനുസരിച്ച് റൂഡോ അവന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുന്നു. എന്നാ പെട്ടെന്നാണ് അടികൊണ്ട് ജാബിറിന് പോയ ബോധം തിരിച്ചു വരുന്നത്. നീ എപ്പോഴാ ഇവിടെ എത്തിയത് എന്നവൻ ചോദിച്ചതും സാങ്ക അവന്റെ മണ്ടക്കിട്ട നിന്ന് കൊടുക്കുന്നു. ശരിയായി നടക്കാൻ പറ്റാത്ത സാങ്ക താഴെ ഇറങ്ങിയതും താഴെ വീഴുന്നു. എല്ലാം അവസാനിച്ചു എന്നാ തോന്നുന്നേ. എന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സാങ്ക പറയുന്ന സമയത്ത് റൂഡോ തന്റെ പവർ റിലീസ് ചെയ്യുന്നു. ഗ്രീസിന്റെ ആ താലിസമൺ പൊടിഞ്ഞില്ലാതാകുന്നു. നോ നോ വേ, ഗ്രീസിന്റെ താലിസമൺ എല്ലാം പോയി. ഇനി ഞാൻ എന്തു ചെയ്യും? ഗ്രീസ് നന്നായി സൂക്ഷിച്ച ഒന്നായിരുന്നു ഇത്. പക്ഷെ ഞാൻ ഇല്ല ഇല്ല, ഇതെന്റെ തെറ്റാണ്. ഹേയ്, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സാങ്ക ചോദിക്കുന്ന സമയത്താണ് റൂഡോ താഴെ വീഴുന്നത്. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ജാബിർ റൂഡോയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് സാങ്കയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് തന്റെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ജാബിർ വീണ്ടും അവനെ തന്നെ കുത്തുന്നത്. ഹേയ്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ കുറച്ചു നേരമായിട്ട് ഞാൻ നിങ്ങളെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു എന്ന് എനിക്കറിയാം. ഹേയ്, നീ എങ്ങനെയാ ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്ന? എന്റെ ഈ ലെഫ്റ്റ് കൈയിലെ നഖം കണ്ടോ? ഇതാണ് അതിന് കാരണം. വെയിറ്റ്, അപ്പോ നിനക്ക് അത് ഉപയോഗിച്ച് ഹീൽ ചെയ്യാൻ സാധിക്കുമോ? ഹേയ്, ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ഇത് ഉപയോഗിച്ച് ഒരു ചെറിയ ഡോസ് കൊടുത്താൽ മതി. എന്റെ അകത്തെ വേദനയെല്ലാം ആ ഒരൊറ്റ ഡോസ് കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കും. വേദനയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. സത്യം പറഞ്ഞ ഞാൻ നിനക്കും എന്റെ ബഡി റൂഡോക്കും വേണം നന്ദി പറയാൻ. എന്റെ ഈ റൈറ്റ് ഹാൻഡിലെ നഖം ഉപയോഗിച്ച് എന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ 10 മിനിറ്റ് മാത്രമേ എനിക്ക് പറ്റൂ. എന്നാ വെറും 30 മിനിറ്റ് കഴിഞ്ഞപ്പോ നീ ഹീലാവാൻ തുടങ്ങി. സോ കുറച്ചുകൂടെ ഡോസ് ഞാൻ തരാം എന്ന് പറഞ്ഞ് ജാബിർ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യുന്നു. ആവശ്യമില്ലാതെ വീണ്ടും എഴുന്നേറ്റ് വന്ന് അടിമേടിച്ച് ഈ മിഷനിൽ തോറ്റു പോകരുത്, മനസ്സിലായോ എന്ന് പറഞ്ഞ് റൂഡോയും എടുത്ത് ജാബിർ അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയെന്നല്ലാതെ സാങ്കക്കൊന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നെ കൊണ്ട് അനങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ കാരണമാണ് ഗ്രീസും മറ്റുള്ളവരും. ഡാമിറ്റ്, ഞാൻ നശിപ്പിച്ചു, എല്ലാം ഞാൻ നശിപ്പിച്ചു എന്ന് റൂഡോ ചിന്തിക്കുന്ന സമയത്താണ് ജാബിർ ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. അവനെയും കാത്ത് പുറത്ത് നമ്മുടെ പിള്ളേര് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടുപിടിച്ചു എന്ന് റിയോ പറയുന്ന സമയത്ത് തന്റെ കൊട ഉപയോഗിച്ച് അവനെ ഒറ്റ കുത്തുകുത്തുവാണ് എൻജിൻ. നിനക്കൊക്കെ എത്ര ധൈര്യമുണ്ടെങ്കിൽ ഈ സ്ഥലം ഇങ്ങനെ വൃത്തികേടാക്കും? എല്ലാം ക്ലീൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഈ ബിൽഡിങ്ങിനടിയിൽ വലിയൊരു ബേസ്മെന്റ് ഉണ്ട്. അതിനകത്തോട്ട് പോയാൽ പുറത്തുള്ളവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ച് ഇവനെ പിടിക്കാൻ ഇവർ നോക്കിയത്. ഞങ്ങൾ അത്രയും വലിയ മണ്ടന്മാരാണെന്ന് വിചാരിച്ചോ നീ? ടോമും മറ്റുള്ളവരും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കില്ലായിരുന്നു. എൻജിൻ, ഗ്രീസും മറ്റുള്ളവരും താഴെയാണ് ഉള്ളത്. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലായിരിക്കുമല്ലേ? പേടിക്കണ്ട, അവരത്ര വീക്കൊന്നുമല്ല. നീ പോയി അവരെ രക്ഷിക്കുക. വാവ്, നിങ്ങൾ എല്ലാവരും വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. എന്നെ ഒരു ട്രാഷ് പോലെയല്ലേ നിങ്ങൾ എല്ലാവരും കാണുന്നേ? അതറിയുമ്പോ എന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇതിനെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിക്കും. ഇത് കേട്ട് എൻജിൻ അവനെ തന്നെ തുറച്ചു നോക്കുന്നു. ഹേയ് റൂഡോ, ഇത്രയും നേരം ഇവനെ നീ എങ്ങനെയാ സഹിച്ചത്? ഇവൻ എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ പറയുന്നു. ഹേയ് റൂഡോ, പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് നീ എല്ലാം ചെയ്തു. നീ സൂപ്പറാടാ. എന്ത് ചെയ്തു എന്ന് നീ പറയുന്നേ? പാവം ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ അവിടെ കിടക്കുന്നത് കണ്ടില്ലേ? ഞാൻ ഇവനോട് ക്ഷമിക്കില്ല. നമ്മുടെ ടീം മെമ്പേഴ്സിനെ വേദനിപ്പിച്ച് ഇവനോട് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ക്ഷമിക്കില്ല. ഡേയ്, മിണ്ടാണ്ടിരിക്കുക, മതി ഓവറാക്കല്ലേ. ഡേയ്, ക്ലീനേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് നീ ഏത് ഹോളിൽ നിന്നാണോ വന്നേ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് നീ വിചാരിച്ചോ? ഓ, എന്നെ കിട്ടിയാ നിങ്ങൾ എന്നെ പിടിച്ചു വെക്കുമല്ലേ? പിന്നെ ഞാൻ ആ ജയിലിൽ നിന്നും എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടേണ്ടി വരും. പക്ഷെ നോക്ക്, റൂഡോയെ കൊണ്ടു ചെല്ലാൻ എനിക്ക് ഇതിനോടകം ഒരാൾ ഓർഡർ തന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് രക്ഷപ്പെടുവല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് കിട്ടിയ ഓർഡർ പൂർത്തിയാക്കാതെ എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ജാബിർ വീണ്ടും ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുന്നു. പെട്ടെന്നാണ് പുറകിലൂടെ വന്നൊരു ലേഡി അവനെ പിടിക്കുന്നത്. ഹേയ് ജാബിർ, മതി, സമയം അവസാനിച്ചു എന്നാൽ ലേഡി അവനോട് പറയുന്നു. എന്നാ ഇത് കണ്ട് ജിന്നിനൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അവൾ എവിടെ നിന്നാ വന്നേ? ഹേയ്, ഇപ്പോഴാണ് ഞാനൊന്ന് ഫൈറ്റ് ചെയ്ത് വന്നത്. അപ്പോഴേക്കും എല്ലാം അവസാനിപ്പിക്കാനാണോ? ഇല്ല, എനിക്കിത് ചെയ്തേ പറ്റൂ. ഓൾറെഡി നമ്മുടെ ബോസ് ഒരുപാട് ഹാപ്പിയാണ്. മതി, നിർത്ത്, നമുക്ക് പോകാം. ശരി, എന്റെ തലയെല്ലാം കറങ്ങുന്നത് പോലെ തോന്നുന്നു. നമുക്ക് പോകാം
എന്ന് ജാബിർ പറയുന്ന സമയത്താണ് അവന്റെ പുറകിലൊരു ഹോൾ ഉള്ളതായിട്ട് അവർ കാണുന്നത്. അത് കണ്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഹേയ് റൂഡോ, സ്പിയറൈറ്റ് ആയിട്ടുള്ള നിന്നെ വെച്ച് നല്ലൊരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തായാലും എന്റെ പോയിസൺ കാരണം നീ എഴുന്നേക്കാൻ കുറച്ച് സമയമെടുക്കും. അവൻ എഴുന്നേറ്റാ എന്റെ ആശംസകളൊന്ന് അറിയിച്ചേക്കണേ എന്ന് ജാബിർ അവരോട് പറയുന്നു. ഹേയ് നിൽക്കടാ അവിടെ, ഇതൊന്നും അവസാനിച്ചിട്ടില്ല. ഹേയ് കുഴപ്പമില്ലല്ലോ, ഇത്രയും അടിമേടിച്ച് നീ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലേ. ഗ്രീസിനെ നീ ചെയ്തത് ഒരിക്കലും ഞാൻ മറക്കില്ല. അതിനുള്ളത് ഞാൻ നിനക്ക് തന്നിരിക്കും. അതുവരെ ഇതൊന്നും അവസാനിക്കില്ല. അങ്ങനെ തന്നെ നീ ശരിക്കും വലിയൊരു ഫൈറ്റർ ആയിരിക്കും അല്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോ വെയിറ്റ്, നിന്റെ ആ കൈ, അതിലുള്ള ആ പാറ്റേൺ, അങ്ങനെയെങ്കിൽ ആ സീരിയസിലുള്ളത് നിന്റെ കയ്യിലും ഉണ്ടല്ലേ? ഇത് ശരിക്കും വളരെ അമേസിംഗ് ആണ്. ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചില്ല. ഇത് കേട്ടാ ബോസിന് തീർച്ചയായിട്ടും സന്തോഷമാകും. എന്തായാലും ഇപ്പൊ എനിക്ക് പോവേണ്ട സമയമായി. അടുത്ത പ്രാവശ്യം നിന്നെ കൊണ്ടേ ഞാൻ പോകൂ. ആ ഗ്ലൗസ് നീ നന്നായി സൂക്ഷിക്കണം. വീണ്ടും നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞ ഹോള് വഴി അവരവിടെ നിന്നും പോകുന്നു. എന്നാ ഇത് കണ്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഹേയ്, അവരെങ്ങോട്ടാ പോയേ? ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് റിയോ ചോദിക്കുന്ന സമയത്താണ് റോഡ് അവന്റെ ഗ്ലൗസിലോട്ട് നോക്കുന്നത്. സീരിയസോ എന്ന് അവൻ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പരിക്ക് പറ്റിയവരെല്ലാം അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതാണ്. ഗ്രേസ്, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്. നിന്റെ താലിസമൺ ഞാൻ നശിപ്പിച്ചു. ഞാനത് വളരെ നന്നായാണ് സൂക്ഷിച്ചത്. എന്നാ അത് നിന്നെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നീ നന്നായി ചെയ്തു റൂഡോ എന്ന് ഗ്രീസ് അവനോട് പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. ബൈ.